ഇപ്പോഴത്തെ രണ്ട് പുതിയ വാർത്തകളിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നടുറോഡിൽ യുവതിയെ കടന്നുപിടിച്ച കേസിൽ ഹൈക്കോടതിയിലെ മുൻ സർക്കാർ അഭിഭാഷകന് 1 വർഷം തടവ് ശിക്ഷ നൽകിയിരിക്കുന്നു. എറണാകുളത്തായിരുന്നു ആ സംഭവം നടന്നത്. കൊച്ചിയിൽ കോൺവെന്റ് ജംഗ്ഷൻ ഭാഗത്തായിരുന്നു ആ സംഭവം നടന്നത്. നടുറോഡിൽ യുവതിയെ കടന്നുപിടിച്ച കേസിൽ ഹൈക്കോടതിയിലെ മുൻ സർക്കാർ അഭിഭാഷകന് 1 വർഷം തടവ് വിധിച്ചിരിക്കുന്നു. അഡ്വക്കേറ്റ് ധനേഷ് മാത്യു മാഞ്ഞൂരാനെയാണ് എറണാകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. പ്രതി ഇതിന് പുറമെ 10,000 രൂപ പിഴയും അടയ്ക്കണം. ഈ സംഭവം നടന്നത് എന്നാണ് 2016 ജൂലൈ മാസം 14-ാം തീയതി ഇതേപോലെ ഒരു സമയം വൈകിട്ട് 7 മണി എറണാകുളം കോൺവെന്റ് റോഡിൽ ആ യുവതി നടന്നു പോവുകയായിരുന്നു. പ്രതി സർക്കാർ അഭിഭാഷകനായിരുന്നു. യുവതിയെ കടന്നു പിടിച്ചു. നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇപ്പോഴാണ് അതിൻ്റെ ശിക്ഷാവിധി അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. നടുറോഡിൽ യുവതിയെ കടന്നു പിടിച്ച കേസിൽ ഹൈക്കോടതിയിലെ മുൻ സർക്കാർ അഭിഭാഷകന് 1 വർഷം തടവ് വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. മറ്റൊരു പുതിയ വാർത്ത എന്ന് പറയുന്നത് ജ്ഞാനായ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താല്പര്യമുള്ള പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കാണ് ആ കാര്യം സൂചിപ്പിക്കുന്നത്. ജ്ഞാനായ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് പാത്രിയാർക്കീസിന്റെ ഹർജി സുപ്രീം കോടതി മടക്കിയിരിക്കുകയാണ്. ഹർജി വീണ്ടും കേൾക്കാൻ ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വലിയ മെത്രാപ്പോലീത്തയുടെ മുടക്ക് റദ്ദാക്കിയ ഉത്തരവ് തുടരും. ഹൈക്കോടതി ഉത്തരവിൽ കോടതി ഇടപെട്ടില്ല. സാങ്കേതികത്വം സംബന്ധിച്ച തർക്കം വീണ്ടും പരിഗണിക്കണം എന്നുള്ളതാണ് ജ്ഞാനായ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്ത. അതിൽ പാത്രിയാർക്കീസിന്റെ ഹർജി സുപ്രീം കോടതി മടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്തകളിൽ ഒന്ന്.